ബാക്ടീരിയ, സൈനോബാക്ടീരിയ, അതായത് ഗ്രീൻ ആൽഗി എന്ന് പറയും, സൈനോബാക്ടീരിയ, ഗ്രീൻ ആൽഗി. പിന്നെ ഇത് റിക്കറ്റ്സിയ. ഇതാണ് നമ്മുടെ പ്രൊക്കാരിയോട്ടിക്കിൻ്റെ എക്സാമ്പിൾ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ യൂക്കാരിയോട്ടിക്കിൽ പ്രൊട്ടിസ്റ്റ് വരും, ഫംഗി വരും, പ്ലാന്റ്സ് വരും, അനിമൽ സെൽസ് വരും. സോ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ പ്രൊക്കാരിയോട്ടിക്കും യൂക്കാരിയോട്ടിക് സെൽസ് തമ്മിലുള്ള ഡിഫറൻറ്റ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു, ഈ പറഞ്ഞ പ്രൊക്കാരിയോട്ടിക്കിൽ ആരൊക്കെ ഇല്ലാന്ന് വെച്ച് നോക്കണം. ഹിസ്റ്റോൺസ് ആബ്സെൻ്റ് ആണ്, ന്യൂക്ലിയ ആബ്സെൻ്റ് ആണ്, മൈറ്റോകോൺട്രിയ ആബ്സെൻ്റ് ആണ്, ഗോൾഗി അപ്പാരറ്റസ് ആബ്സെൻ്റ് ആണ്, അതേപോലെ ലൈസോസോം ആബ്സെൻ്റ് ആണ്, സൈറ്റോസ്കെൽട്ടൻ ആബ്സെൻ്റ് ആണ്. പിന്നെ സെൽ ഡിവിഷൻ ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ്, ഫിഷൻ ത്രൂ ആണ്, പക്ഷേ മൈറ്റോസിസ് ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരികയാണെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസിൽ ആരൊക്കെയാണ് പ്രസൻറ്റ്, ഹിസ്റ്റോൺസ് പ്രസൻ്റ് ആണ്, അതേപോലെ ന്യൂക്ലിയസ് ഇവിടെ പ്രസൻ്റ് ആണ്. അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ സെൽ ഓർഗനൈൽസ് എന്നാണ് പ്രസൻറ്റ് ആണ്, റൈബോസം പ്രസൻറ്റ് ആണ്. എവിടെയാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. മൈറ്റോകോൺട്രിയ പ്രസൻ്റ് ആണ്, പിന്നെ ഗോൾഗി അപ്പാരറ്റസ് പ്രസൻ്റ് ആണ്, ലൈസോസം പ്രസൻ്റ് ആണ്. ഇവരുടെ സെൽ ഡിവിഷൻ നടക്കുന്നത് മൈറ്റോസിസിൽ.